ഡിസംബർ 27 പോഡ്കാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ 1 പുതിയ റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ 2 ദിവസം വായിക്കുമല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ ഞാനിത് വായിക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ കണ്ണിങ്ങനെ തുറന്നു വരുന്ന പോലത്തെ ഒരു ഫീൽ. ഇത് കൊള്ളാലോ, ഇത് ഇന്ന സാധനമാണല്ലോ പറയുന്നത് വെച്ചാല് ഓരോ തവണ വായിക്കുമ്പോഴും അവർക്ക് അതിന്റെ ആ ഡെപ്തിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്ന രൂപത്തിൽ അതിൽ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചു പാസ്സാക്കുക എന്ന ഒരു എയിമിൽ എത്തുമ്പോൾ നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ എല്ലാവരും അതിന്റെ ഷോർട്ട് കട്ട് തേടിപ്പോകും. ഒരു 3-4 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ച് എല്ലാം ഗ്രൈൻഡ് ചെയ്തിട്ട് പഠിച്ചെടുക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. പെട്ടെന്ന് ക്വിക്ക് വേൽ ഈസി ആക്കി കൊടുത്തൊരു ഹാപ്പിനെസ് ഉണ്ടാവും, അതും ഹാപ്പിനെസ് ഉണ്ടാവും. കുട്ടികളെ എപ്പോഴും ഒരു സേഫ് സോണിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും ഒരു ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് അവർ വരില്ല. കാരണം വെച്ചാൽ അവരൊരു സാധനം അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളെ അവിടെ എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിനാണ് അവരത് വെക്കുന്നത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇതിൽ പൊങ്കാല ഉണ്ടാവും. ഒരുപാട് പ്രിവിലേജുകൾ വാങ്ങി മാത്രം മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കരുത്. എനിക്കാവാൻ പറ്റാത്ത എൻ്റെ കുട്ടിയാവണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ പാരന്റിങ്ങിലെ മിസ്റ്റേക്ക്. നല്ല ദാരിദ്ര്യമുള്ള സമയത്തൊക്കെ അതിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി പഠിക്കുക എന്നുള്ളതാണ്. NCERT പഠിക്കുന്ന കുട്ടിയെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം. കാരണം ഒരു കുട്ടിയെ പ്രൊമോട്ട് ചെയ്താൽ ബാക്കിൽ ഒരു 10 കുട്ടികൾ അത് കണ്ടിട്ട് ഇൻസ്പയർ ആവും. അച്ഛനും അമ്മയും കൂടെയുള്ള കാലത്ത് സ്ട്രഗിൾ ചെയ്യുന്നതല്ലേ ഏറ്റവും എളുപ്പം. എത്ര പഠിച്ചാലും തീരാത്ത നല്ല ബുദ്ധിമുട്ടറിയ എല്ലാവരും പഠിക്കേണ്ട മക്കളെ എന്ന് പറയുന്ന ബുക്കാണ് NCERT ടെക്സ്റ്റ് ബുക്ക്. പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയ രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഒരുപാട് പറയാനുണ്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് തിങ് ടുഡേ. എൻ്റെ കൂടെ ഇന്ന് അനൂപ് സാറും അഷ്റഫ് സാറും ഒക്കെ ഉണ്ട്. സോ നമുക്കറിയുന്ന NCERTയുടെ ഉള്ളിലുള്ള കുറച്ച് ഫാക്ട്സ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പേരൻസും ടീച്ചേഴ്സും അടക്കം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഗോ ടു ദ പാർട്ട് 1. NCERT എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ നമ്മളൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യം നോക്കണ്ടാവും. അപ്പോൾ അതിലിപ്പോൾ 2-3 സാധനങ്ങളുള്ള എന്താ വെച്ചാൽ NCERT ആണ് ബൈബിള്. എന്ന് വെച്ചാൽ നമ്മൾ നീറ്റിനെ പറ്റിയിട്ടല്ല ജെയിനെ പറ്റിയിട്ട് മാത്രമാണ് നമ്മളധികം സംസാരിക്കാറുള്ളത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനേക്കാളും കൂടുതലെന്ന് വെച്ചാൽ സിവിൽ സർവീസ് പോലത്തെ കാര്യങ്ങൾ. ഇപ്പോൾ സിവിൽ സർവീസ് പ്രിലിംസിനൊക്കെ പോകുന്ന ആൾക്കാർ ഒരു 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കാണ് ഇങ്ങനെ അരിച്ച് കലക്കി പഠിക്കുന്നുണ്ടാവുക. കാരണം ഒരു ഇന്ത്യയിൽ നിലവിലത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് സക്സസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ലെവലിലുള്ള എന്ത് എക്സാം ക്ലിയർ ചെയ്യാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സാധനം NCERT ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കാണുന്ന രീതികളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധനം ഉള്ളത്. അത് എന്തുകൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഈ പുസ്തകം ഇങ്ങനെ, അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ. അല്ല, NCERTന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം മനസ്സിലാക്കുന്ന ഒരു 4-5 ലെയറായിട്ടാണ് ഈ ബുക്ക് ഇറങ്ങുന്നത് തന്നെ. ഏറ്റവും ആദ്യം അതിനൊരു പോളിസി ഉണ്ടാവും, ഇന്ന കണ്ടന്റ് ഉണ്ടാവും എന്നുള്ള ഫ്രെയിം വർക്ക് ഉണ്ടാവില്ല, കണ്ടന്റ് ഫ്രെയിം വർക്ക് ഉണ്ടാവും. ഈ കണ്ടന്റ് ഫ്രെയിം വർക്കിന് ശേഷം പിന്നെ ഒരു നല്ല റിസർച്ച് കമ്മിറ്റി ഉണ്ടാവും. ഈവൻ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മ്യൂസിക്കിനെ പറ്റി ഒരു ചെറിയ ഒരു നോട്ട് ഇവിടെ എഴുതണമെങ്കിൽ ശങ്കർ മഹാദേവനോടോ അല്ലെങ്കിൽ AR റഹ്മാനോടോ പോലും ആ ഒരു കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്ന രൂപത്തിൽ സൂക്ഷ്മമായിട്ട് ഇവർ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം. അപ്പൊ അതിൽ വരുന്ന എററിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അത്രയും മൈന്യൂട്ട് ആയിരിക്കും. നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ അത്രയും നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പൊ അത്രയും നല്ല വൃത്തി, കാരണം ഒരു 150 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്തെ മുഴുവൻ അക്കാഡമിക് സിസ്റ്റത്തിനെയും പിടിച്ചു നിർത്താനുള്ള ബേസായി നിൽക്കുന്ന സാധനം ഈ NCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് പിന്നെ അതിലെന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പം ഇന്ത്യയിലെ സകല കുട്ടികളുമാണ് ഈ മിസ്റ്റേക്ക് പഠിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. NCERT ഇതാണ്, ഇതിന്റെ പുറത്ത് നോക്കണ്ടെന്ന് നമ്മൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം അതിന്റെ ആ ഒരു ഗൈഡ് ലൈൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് മോണിറ്ററിങ് നടത്തി പിന്നെയും വീണ്ടും സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് ഫൈനൽ പ്രിന്റിലേക്ക് പോകുന്നത്. ഏത് മെറ്റീരിയലാണ് ഇന്ത്യയിൽ ഇത്രയും സ്ക്രൂട്ടനൈസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഇറക്കുന്ന ബുക്ക് ഭയങ്കര ടഫായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനം. അല്ലെങ്കിൽ ടീച്ചർമാരൊക്കെ പറഞ്ഞാൽ വെച്ചാൽ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കും, ഇത് നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് എത്രത്തോളം ലോജിക്കലായിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളത്. ബേസിക്കലി അത് വളരെ എന്താ പറയുക മണ്ടത്തരമായ ഒരു തീരുമാനമാണ്. കാരണം അനൂപ് സാർ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും എമിനൻ്റായ ആ ഫീൽഡിലെ ഏറ്റവും എക്സ്പേർട്സുകൾ ഇന്നുണ്ടാക്കിയ ഒരു ടെക്സ്റ്റ് ബുക്കാണത്. അതിൻ്റെ ലാംഗ്വേജ് ഒരു ഒത്തിരി സ്റ്റാൻഡേർഡ് ലാംഗ്വേജാണ്. നമ്മൾ സാധാ കാണുന്ന ഒരു പുസ്തകത്തിൻ്റെ അപ്പുറം കുറച്ചൊരു ലെവലുള്ള ലാംഗ്വേജാണ്. പക്ഷെ അതിലെ കണ്ടൻറ്റ് വളരെ സയൻറ്റിഫിക് ആയിട്ട് എഴുതിയ ബുക്കാണ്. നമ്മളെ കേരളത്തിലെ കുട്ടികളെടുത്ത് വരുമ്പോൾ ഒരു പ്രശ്നം, നമ്മളെ മെജോറിറ്റി കുട്ടികളും സ്റ്റേറ്റ് സിലബസാണ് ഫോളോ ചെയ്യുന്നത്. സ്റ്റേറ്റ് സിലബസ് ആകുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നമ്മളെ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ പുസ്തകമാണ് അവർ പഠിക്കുന്നത്. അതും NCERTയും തമ്മിൽ നല്ലോണം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ 10th കഴിഞ്ഞ് +1 ഒരു എത്തുന്ന കുട്ടി പിന്നെ എല്ലാവരും ഫോളോ ചെയ്യും. 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ട് +1 നേരെ NCERTയിലേക്ക് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അവിടെ വലിയൊരു ഡിപ്പ് കുട്ടികൾക്ക് ഗ്യാപ്പ് കുട്ടികൾ ഫീൽ ചെയ്യുന്നുണ്ട്.
അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ വരാൻ തുടങ്ങി. ഇപ്പോൾ ഞാനൊരു കെമിസ്ട്രി ടീച്ചർ എന്നുള്ളവർക്ക് പറയുമ്പോഴേ ഇപ്പോൾ +1 പഠിപ്പിക്കുന്ന സെക്കൻഡ് ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം NCERT ടെക്സ്റ്റിൽ. അപ്പോൾ അതിൽ പറയുന്ന പല ഇൻഫർമേഷനും CBSE സിലബസിൽ 8th, 9th, 10th പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ +1 ടെക്സ്റ്റിൽ കാണുന്നത്. നമ്മളെ സ്റ്റേറ്റിൽ പഠിച്ചൊരു കുട്ടി ഇത് അവൻ്റെ സ്റ്റേറ്റിലെ സിലബസ് പഠിച്ചിട്ടാണ് +1 ഈ പുസ്തകത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ച് ഈ ടെക്സ്റ്റ് കാണുമ്പോൾ അവനക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഇതിലുണ്ട് കാണുന്നത്. ഓൾറെഡി അവൻ പഠിച്ചു പോവാണ്. നേരെ വെച്ച് ഓൾറെഡി അതേ CBSE സിലബസ് ഫോളോ ചെയ്ത് NCERT പഠിച്ചൊരു കുട്ടിക്ക് അതിൻ്റെ ജസ്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈയിടെ റീസെൻ്റ് ആയിട്ടൊക്കെ സ്റ്റേറ്റ് സിലബസിലൊക്കെ കുറേ ചേഞ്ചസുകൾ വരുത്തി. ഇപ്പോൾ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററിൽ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലും റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ +1 NCERT ബുക്കിലുണ്ട്. അതേ സാധനം CBSEൻ്റെ 8th, 9th അല്പം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് സിലബസിൽ അത് ഇൻക്ലൂഡ് ആക്കി. അതായത് NCERTയുമായിട്ട് നമ്മളെ സിലബസിനെ അവരിങ്ങനെ മാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ കുട്ടികളെ NCERT ഡ്രൈ ആണ്, പിന്നെ ടീച്ചേഴ്സിന് ബ്ലെയിം ചെയ്യല്ല, അത് ഡ്രൈ ആണ് അല്ലെങ്കിൽ ടഫാന്ന് പറഞ്ഞാൽ അങ്ങ് മാറ്റി വെക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിലും ഈ നാഷണൽ ലെവലിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസാറൊക്കെ പറഞ്ഞ പോലെ നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. ഇത്ര റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും അവർ മണ്ടന്മാരല്ല. കാരണം വെച്ചാൽ അവരൊരു സാധനം അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളെ അവിടെ എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിനാണ് അവരത് വെക്കുന്നത്. ഇപ്പോൾ വെച്ചാൽ നാഷണൽ ലെവലിൽ റിസർച്ച് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് അക്കാഡമീഷ്യൻസ് നമ്മുടെ കുട്ടികളെ ഒരു കുന്ന് കയറ്റണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളിതിങ്ങനെ സിമ്പിളാക്കി ഹെലികോപ്റ്റർ കയറ്റി മേളിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഗുണമാണോ ചെയ്യുന്നത് ദോഷമാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി ഒരു രാജ്യം ആണ് എപ്പോഴും പ്രൈം ഫോക്കസ്. അപ്പോൾ ആ രാജ്യത്തെ കുട്ടികളാണ് അവിടുത്തെ റിസോഴ്സ്. ഇനി ഈ പഠിച്ചു വരുന്ന കുട്ടികളാണ് ഇതിൻ്റെയൊക്കെ റിസോഴ്സുകളായിട്ട് വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇന്ത്യൻ്റെ ഏറ്റവും വലിയ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സാണ്. ഇന്ത്യക്ക് മാത്രമേ ഇത്രയും ഹ്യൂമൻ റിസോഴ്സ് ഉള്ളൂ. നമ്മളെല്ലാവരും വേറൊരു തരത്തിലാണ് നമ്മൾ പറയുക. എന്ന് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ കൂടുതലാണ്, അത് നമ്മുടെ ഒരു ഡീമെറിറ്റാണ്. ഞാൻ പറയുന്ന സത്യത്തിൽ നമ്മളൊരു പോപ്പുലേഷൻ കൂടുതലാണ്, അത് നമ്മുടെ മെറിറ്റാണ് ശരിക്കും. കാരണം ഏറ്റവും ബെസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മറ്റു രാജ്യങ്ങൾ ഇവിടെ കാണുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സാണ്. അപ്പോൾ ഇവിടുന്നാണ് ലെജൻസ് ഇങ്ങനെ പറന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഇങ്ങനത്തെ ഒരു സിലബസ് ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ലാംഗ്വേജിന്റെ പ്രശ്നം നോർത്ത് ഇന്ത്യൻസിന് അത്ര വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവരുടെ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന കുട്ടികൾ, ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികൾ, പക്ഷെ അത് നമ്മുടെ സോഷ്യൽ എത്രത്തോളം മാച്ചിങ് ആണെന്ന് അറിയാം. അങ്ങനെയൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഈ ലാംഗ്വേജ് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഇപ്പോൾ ഇവൻ ബയോളജി ആണെങ്കിൽ പോലും തമ്മിൽ ഭേദം എന്ന് പറയുന്ന പോലെ ബയോളജിയാണ് ഏറ്റവും എളുപ്പം പറയുന്നത്. ബയോളജി ആണെങ്കിൽ പോലും ചില ചാപ്റ്റർ ചില പാരഗ്രാഫൊക്കെ ഭയങ്കര ഹൈ ഡെൻസ് ആയിട്ടാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഡെൻസ് നോളജുമാണ്, ഡെൻസ് ലാംഗ്വേജുമാണ് അതിനകത്ത് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ടാവുക. സോ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ NCERT, ഞാൻ കഴിഞ്ഞ ദിവസം IIT ഡൽഹിയിൽ വെച്ചിട്ട് NCERTയുടെ ഫോർമർ ഡയറക്ടറുടെ ഒരു സ്പീച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേൾക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നല്ല റിസർച്ച് ചെയ്തിട്ട് കുട്ടികൾ ഏത് ലെവലിലാണോ കുട്ടികൾ എത്തേണ്ടത് ആ ലെവൽ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടീച്ചേഴ്സ് ദാൻ മേക്കിംഗ് ഈസി ആക്കുന്നതിന് പകരം കുട്ടികളെന്ന് വെച്ചാൽ കുട്ടികളെ അങ്ങോട്ട് എത്താനുള്ള സപ്പോർട്ട് ചെയ്തിട്ട് കുട്ടികളെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇങ്ങനെ NCERTയുടെ ഡയറക്ടർമാർ പറയുന്ന ഒരു കാര്യം. ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് NCERT ഡയറക്ടറുടെ ഒരു നിർദ്ദേശം ഉണ്ടാവും സാർ ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ ഇത് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഒന്നാമത്തെ കാര്യം, ഈ എക്സാമിനേഷൻസ് ഇപ്പം ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്തുന്ന അതോറിറ്റികൾ CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ആ സിലബസിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ ഉറപ്പായിട്ടും അത് 1-2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും. എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ഇത് പഠിപ്പിക്കാൻ നിർബന്ധിതരാകും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് അവിടെ ഉണ്ട്, എന്നാൽ വരുന്നത് എപ്പോഴും ഒരു പാറ്റേൺ ടെംപ്ലേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ മാത്രമാണ് ബോർഡ് എക്സാമിന് എന്ന് വിചാരിക്കുക. ഏതൊരു അധ്യാപകനും അറിയാം അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ ഇതാ വരാൻ പോകുന്നത്, പ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഈ സാധനം മാത്രം പഠിപ്പിച്ച് വിടാൻ പറ്റും. അതിനൊരു കാരണം അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കൊടുക്കുന്ന സമയം ആ ഒരു ടൈം ഫ്രെയിമിലൊക്കെ അവർക്ക് ചിലപ്പോൾ അതേ ചെയ്ത് കൂട്ടാൻ പറ്റുള്ളൂ. പാസ്സാക്കുക എന്ന ഒരു എയിമിൽ എത്തുമ്പോൾ നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ എല്ലാവരും അതിൻ്റെ ഷോർട്ട് കട്ട് തേടിപ്പോവും. സ്പൂൺ ഫീഡിങ് അതിന്റെ ക്യാപ്സൂളുകളൊക്കെ അന്വേഷിച്ചു പോകും. അത് NCERT ഉദ്ദേശിച്ച ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ട്രൂത്ത് ആണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇതിൽ പൊങ്കാല ഉണ്ടാവും. എന്നാലും ഞാൻ പറയാം, ഒരുപാട് പ്രിവിലേജുകൾ വാങ്ങി മാത്രം മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ അതിന്
ഒരു ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി കുറയും. ശ്രദ്ധിച്ചാൽ മതി, എവിടെ നമ്മൾ ടോപ്പിലേക്ക് എത്തുന്ന ഒരാളാണെങ്കിലും അയാൾ നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഒരു സ്ട്രഗിളിങ് പീരീഡ് അനുഭവിച്ചേ പറ്റുള്ളൂ. ഇന്ന് ഈ കുട്ടി സ്ട്രഗിളിങ് പീരീഡ് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇവൻ കോളേജിലെത്തുമ്പോൾ സ്ട്രഗിൾ ചെയ്യും. ഇനി കോളേജിൽ ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ഇവൻ ഇനി 4 വർഷം ബിടെക്കിന് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിൽ കയറി കഴിഞ്ഞാൽ അവൻ അവിടെ സ്ട്രഗിൾ ചെയ്തില്ലെന്ന് വിചാരിക്കുക. അവൻ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ പണിയില്ല. അപ്പോൾ ഒരു പണി കിട്ടണമെങ്കിൽ അതിനുള്ള സ്ട്രഗിൾ ഇവൻ ജീവിതത്തിൽ എന്തായാലും നേടണം. അച്ഛനും അമ്മയും കൂടെയുള്ള കാലത്ത് സ്ട്രഗിൾ ചെയ്യുന്നതല്ലേ ഏറ്റവും എളുപ്പം. അതാണ് കാരണം വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ സ്റ്റുഡൻഷിപ്പ് എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം. അപ്പോൾ അവിടെ നിൽക്കുക എന്നുള്ളതാണ്. ഇതിനെ വെച്ചാൽ NCERT ലാംഗ്വേജ് പറയുന്ന സമയത്ത് കൂടെ ചേർത്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ച ആളാണ്. മെഡിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ സാധനം വായിക്കണമെങ്കിൽ യു നീഡ് ടു ഹാവ് എ സർട്ടൻ സ്റ്റാൻഡേർഡ് ഓഫ് ലാംഗ്വേജ്. ഇത് വേണം. ഇതില്ലാത്ത ഒരാൾക്ക് മെഡിക്കൽ ലിറ്ററേച്ചർ വായിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഒരു MBBS പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടിയാണ്, അതിനുവേണ്ടി നീറ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്ത് NCERT സ്ട്രഗിൾ നമ്മൾ ഒഴിവാക്കുന്നത് വഴി ആ കുട്ടീനെ ശരിക്കും നമ്മൾ അവനെ ഡംബാക്കല്ലേ ചെയ്യുന്നത്. തീർച്ചയായും കുട്ടിയുടെ ലാംഗ്വേജ് സാധനങ്ങളൊക്കെ നമ്മൾ കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കിത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാം. പക്ഷെ ലേറ്റർ ഓൺ യു ഹാവ് ടു സിറ്റ് വിത്ത് ദിസ് ബുക്ക്, റീഡ് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതിന് എഫേർട്ട് എടുക്കണം, കഷ്ടപ്പാടാണ്. അപ്പോൾ കഷ്ടപ്പാടിനുള്ളിൽ സാറ് പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്ത് എന്ത് ചെയ്യണം. ഇതിനുള്ളിൽ കൂടി കടന്നു പോകാത്തൊരു കുട്ടിക്ക് എങ്ങനെ മെഡിക്കൽ ബുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യം. നമ്മൾ ഈ ടീച്ചർമാർ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതിൽ ഒരു സംശയമില്ല. ടീച്ചർമാർ ആക്ച്വലി കാറ്റലിസ്റ്റുകളാണ്, ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ ഈ സ്ട്രഗിൾ ശരിക്കും റിമൂവ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് ഒരു കുട്ടിയുടെ അടുത്ത്. ഇത് വേണ്ട, ഇത് നീ മാറ്റി വെച്ചോ എന്നുള്ള രൂപത്തിൽ സ്ട്രഗിൾ റിമൂവ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പേഴ്സണലി ഞാൻ ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം കുട്ടികളെ എല്ലാ ഫേസിലൂടെയും കടന്നു പോകാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ടീച്ചേഴ്സ് നിൽക്കാവും. ഇപ്പോൾ NCERT ഒരു കോൺസെപ്റ്റ്, കുറച്ച് ടഫുള്ള ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ ടീച്ചേഴ്സ് ഒരിക്കലും പറയരുത് അത് ടഫാണ്, തൽക്കാലം നമുക്കതങ്ങ് സ്കിപ്പ് ചെയ്യാം, അത് എക്സാമിന് വരില്ല, വന്നാൽ തന്നെ ഓപ്ഷൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിങ്ങനെ ഡയലൂട്ട് ചെയ്ത് കുട്ടികളെ എപ്പോഴും ഒരു സേഫ് സോണിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും ഒരു ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് അവർ വരില്ല. അവർ ആ ലെവലിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ അതിനേക്കാളും താഴും. അത് സഫർ ചെയ്യലൂടെ എന്ന് ചോദിച്ചാൽ പിന്നീട് അവർ ഹയർ ലെവലിൽ എത്തുമ്പോൾ ഈ ബേസ് നോളജ് ഇല്ലാതെ അവരവിടെ കിടന്ന് കഷ്ടപ്പെടും. നമ്മൾ അധ്യാപനത്തിന്റെ സക്സസ് ഉണ്ടല്ലോ, ടീച്ചിങ്ങിന്റെ സക്സസ് മെഷർ ചെയ്യുന്നത് എനിക്ക് 2 വഴിയിലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഹാപ്പി സ്റ്റുഡന്റ്. കുട്ടികൾ ക്ലാസ് കഴിഞ്ഞിട്ട് ചിരിച്ചോണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കും യെസ് നമ്മൾ അടിപൊളിയാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു സാധനം എത്രത്തോളം ഈസി ആക്കി കൊടുക്കാവോ അത്ര ഈസി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ സക്സസ് ആയിട്ടാണ് കണക്കൂട്ടുന്നുണ്ടാവുക. ശരിക്കും ഞാൻ ചോദിക്കുക, ഈ കുട്ടീൻ്റെ ഹാപ്പിനെസ് പല രൂപത്തിലുണ്ടാവാം കേട്ടോ. അത് ചിലപ്പോൾ ഈ പറയുന്ന വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനം ആ ഡിഫിക്കൽട്ടി ഉപയോഗിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു 3-4 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ച് അല്ല ഗ്രൈൻഡ് ചെയ്തിട്ട് പഠിച്ചെടുക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. പെട്ടെന്ന് ക്വിക്ക് വേയിൽ ഈസി ആക്കി കൊടുത്തൊരു ഹാപ്പിനെസ് ഉണ്ടാവും, അതും ഹാപ്പിനെസ് ഉണ്ടാവും. സോ ആക്ച്വലി അതിലൊരു ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ടായി വരുന്നില്ലേ? ശരിക്കും ഇന്റർപ്രിറ്റേഷൻ നല്ലതാക്കണം, ഈസി ആക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ടീച്ചിങ് മെത്തേഡ് ഡിഫറെൻറ്റ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണോ നമ്മൾ ആ ടെക്സ്റ്റിനകത്ത് NCERT സംഗതി എഴുതുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്കം ഉണ്ട്. ആ ഔട്ട്കമ്മിൽ എത്താൻ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ സംഗതികൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഒരിക്കലും അതിൻ്റെ എസെൻസ്, അതിൻ്റെ സംഗതി ചോർന്നു പോകാനും പാടില്ല. ആ സാധനങ്ങൾ അതിൻ്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ടീച്ചിങ് മെത്തേഡിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തി കുട്ടികൾക്കത് ലൈഫ് സിറ്റുവേഷനുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക ഉദ്ദേശിച്ച ഔട്ട്കം കിട്ടുള്ളൂ. ശരിക്കും ഈ അധ്യാപകരുടെ റോൾ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ +2 പഠിക്കുന്ന സമയത്തുള്ള ഒരു ഓർമ്മയിലേക്ക് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ടീച്ചർമാർ കണ്ടവാനെ നോട്ട് തരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം NCERT വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതായത് NCERT വായിച്ചിട്ട് പുസ്തകം നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത കാരണം ഞാൻ എന്ത് ചെയ്തു തരാം, ഞാനൊരു നോട്ട് തരാം, ഈ നോട്ട് വായിച്ച് നീ പഠിച്ചാൽ മതി, ബോർഡ് എക്സാമിന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നൊക്കെ പറയും. എന്താണ് സാറിന് അതിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് പറയാം? അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരൻ്റ് ആണെങ്കിലും ഒരു കുട്ടിയാണെങ്കിലും അവരെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് എക്സാമിന് മാർക്ക് കിട്ടുക, ഒരു ഹയർ സ്റ്റഡിക്ക് പോകാൻ ഏറ്റവും കോമ്പറ്റീഷൻ ഉള്ള ഈ ഫീൽഡിൽ ഒരു ഹൈ മാർക്ക് സ്കോർ ചെയ്യുക എന്ന ഒരു എയിമാണ് അവൻ്റെ മുമ്പിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറേ വഴികൾ ഇങ്ങനെ കാണുമ്പോൾ ഏതൊരു ഇൻഡിവിജ്വലും വേഗം സെലക്ട് ചെയ്യൽ ഏതാ ഏറ്റവും എളുപ്പമുള്ള പാത്തിലൂടെ എത്താമെന്നാണ്. അപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സൈഡ് എഫക്റ്റ് അവൻ അനുഭവിക്കൽ എപ്പോഴാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഹയർ ലെവലിൽ. ആക്ച്വലി ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവിൻ്റെ എയിം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ കുട്ടി പഠിക്കുകയാണ്, എൻ്റെ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തുണ്ടാവണം എന്നുള്ളതാണ് എയിം വെക്കേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള ബേസിക് എയിം സാറ് പറഞ്ഞ പോലെ മാർക്കാണ്, അല്ലെങ്കിൽ ഈ മാർക്ക് ഉപയോഗിച്ച് കിട്ടാൻ വേണ്ടി പറ്റുന്ന ഹയർ എഡ്യൂക്കേഷനിൽ ഒരു സീറ്റാണ് എയിം വെക്കുന്നുണ്ടാവുക. ഈസ് ദാറ്റ് ദ റിയൽ എയിം ഓർ നമ്മൾക്ക് വരേണ്ട മെൻ്റൽ ഈ ബ്രെയിനിന് വരേണ്ട വളർച്ചയാണോ ശരിക്കും വിചാരിക്കേണ്ടത്? അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ചോദ്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ
ഒരു പാരൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് കുട്ടി ഡോക്ടർ ആവണം, കുട്ടി എഞ്ചിനീയർ ആവണം, കുട്ടി മറ്റേതെങ്കിലും ഒരു കാര്യമാവണം എന്നുള്ള രൂപത്തിലൊരു പാരൻറ്റിന് എയിം ചെയ്യാൻ പാടില്ല എന്നേ പറയുള്ളൂ. അത് പാരൻറ്റിങ് പ്രോബ്ലമാണ്. കാരണം എനിക്കാവാൻ പറ്റാത്ത എൻ്റെ കുട്ടിയാവണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ പാരൻറ്റിങ്ങിലെ മിസ്റ്റേക്ക്. അതെ, കാരണം കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എന്തായാലും പാരന്റിന് വേണം. കുട്ടീൻ്റെ ഇഷ്ടങ്ങൾ, കുട്ടീൻ്റെ ജനറേഷൻ മാറ്റാണ്, കുട്ടീൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റാണ്, എല്ലാം മാറ്റാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ, കുട്ടിയുടെ ആഗ്രഹങ്ങൾ എന്താവണം എന്നുള്ളത് കുട്ടിക്ക് വിട്ടുകൊടുക്കലാണ് ഏറ്റവും വേണ്ടത്, ആദ്യത്തെ കാര്യം. അത് കുട്ടീൻ്റെ ഭാവിയെ പറ്റിയിട്ട്. പക്ഷേ അക്കാഡമിക്സിൽ കുട്ടികൾ പറയുന്ന പരാതികൾ, ഉദാഹരണത്തിന് ഇത് ഭയങ്കര ഹാർഡറാണ്, ഇവിടെ പഠിപ്പിക്കുന്ന മെത്തേഡ് ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ ഇത് കുറേ പഠിക്കാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യണം പാരൻസ്. കാരണം അത് പലപ്പോഴും പല പാരൻസും പറയുക ഇങ്ങനെയാണ്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ നമ്മളെ കാലത്തൊക്കെ എത്ര പഠിക്കാനുണ്ടായിരുന്നു അറിയോ, ഇതൊക്കെ എന്താ ഉള്ളത്, ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ പഠിക്കാനുള്ളത്, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കൈൻഡ് ഓഫ് ചിന്താഗതികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംസാരം പാരൻസിൻ്റെ സൈഡിൽ നിന്നുണ്ട്. ഒരിക്കലും സ്വന്തം ജനറേഷനെ വെച്ച് മറ്റേ ജനറേഷനെ കമ്പയർ ചെയ്യരുത്. രണ്ട് ഡിഫറെൻറ്റ് കമ്പയർ. കാരണം അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് തിരിച്ചൊരു കാര്യം ചോദിക്കാൻ പറ്റും, നിങ്ങളുടെ ജനറേഷനിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അറിയാമായിരുന്നോ, നിങ്ങൾക്ക് പല കാര്യങ്ങളും ടെക്നോളജീനെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇപ്പം പാരൻസിന് ഡൗട്ട് വന്നാൽ കുട്ടിക്കാണ് മൊബൈൽ ഫോൺ കൊടുക്കുക, അവിടെ ഇതൊന്ന് റെഡിയാക്കി താന്നു. അപ്പോൾ കുട്ടിക്ക് കുട്ടിയുടെ ഇൻ്റലിജൻസ് വളർത്തുന്ന അല്ലെങ്കിൽ ഇൻ്റലിജൻസ് നന്നായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരുപാട് മേഖല വേറെയുണ്ട്. പക്ഷേ അക്കാഡമിക് സൈഡിലേക്ക് വരുമ്പോൾ ഇന്ന് നിയാസ് സാർ പറഞ്ഞ പോയിന്റ്, അതായത് ഈ എയും ഈ ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം ഒരു അക്കാഡമിക്സിൻ്റെ ലെവലിൽ അങ്ങ് മാറും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ ആ പ്രീവിയസ് കോർ പാർട്ടിലേക്ക് തന്നെ അക്കാഡമിക്സ് തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്നുള്ളത് കുട്ടിയെ റിയലൈസ് ചെയ്യിപ്പിക്കാനുള്ള സംസാരം പതിയെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ല കാര്യം. എനിക്ക് പലപ്പോഴും ഈ പാരൻസിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് സാധനങ്ങളുടെ വിക്ടിമുകളാണ് അധ്യാപകരെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് വേണ്ടത് ഈസി മെത്തേഡാണ്, പേരൻസിന് വേണ്ടത് മാർക്കും മറ്റ് സാധനങ്ങളുമാണ്. അപ്പോൾ അധ്യാപകൻ ഇതല്ലാതെ കുറച്ചൊരു ശരിയായ മെത്തേഡ് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. അധ്യാപകൻ ശ്രമിക്കുന്നത് കോംപ്ലക്സ് ആയിട്ട് കുട്ടിയെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ശ്രമിക്കുന്ന സമയത്ത് അഥവാ കുട്ടിയുടെ കാര്യങ്ങളിലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മാർക്ക് കുറച്ച് കുറയാനൊക്കെ പോകുന്ന സമയത്ത് അധ്യാപകൻ ബലിയാടാവപ്പെടുന്നുണ്ട് ഒരുപാട് തവണ. അപ്പോൾ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വരും. അതിൻ്റെ ഒരു ഇരയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ എന്തെന്ന് വെച്ചാൽ എളുപ്പത്തിലുള്ള വഴിയിൽ പഠിപ്പിച്ചു കൊടുത്തിട്ട് മാർക്ക് മേടിച്ച് കൊടുക്കും. ഒരു കുട്ടിയെ ഒരു പുതിയ അക്കാഡമിക്കുള്ള സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു പാരന്റ് ആദ്യം വീക്ഷിക്കുന്ന എന്താ, കഴിഞ്ഞ തവണ SSLC എക്സാമിന് എത്ര A+ ആ സ്കൂളിലുണ്ട്. അപ്പോൾ പാരന്റ് ഇങ്ങനെ അന്വേഷിക്കുകയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്കൂൾ ഏതാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ എല്ലാവരും എന്ത് ചെയ്യും, മാർക്ക്, റിസൾട്ട് അത് എങ്ങനെ ഇമ്പ്രൂവ് ആക്കാം, അതിലേറ്റവും ഷോർട്ടസ്റ്റ് വേ ഏതാണ്, ആ ഒരു ഫോക്കസിലേക്ക് നമ്മുടെ അക്കാഡമിക്സ് മാറുകയാണ്. അധ്യാപകർ ഫോഴ്സ്ഡ് ആവാണ് കുറെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം എന്നൊക്കെ നല്ല ഭാഷ വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ അക്കാഡമിക്സിൽ ഇത് ഡിസൈൻ ചെയ്ത ആളുകൾ ഉദ്ദേശിച്ചത് അങ്ങോട്ട് ഇത് എത്തൂല. NCERT വേർഡ് ബൈ വേർഡ് ലൈൻ ബൈ ലൈന് പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രൂപത്തിൽ ഒരു കോർ കണ്ടന്റ് കുട്ടിയെ പഠിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു 2 hours ഇതിൻ്റെ കോർ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുട്ടിക്ക് ഏകദേശം അത് വിഷ്വലൈസ്ഡ് ആയി. പിന്നെ ഈ കുട്ടിക്ക് ഉദാഹരണത്തിന് നമുക്ക് തീരെ അറിയാത്തൊരു പാഠം, ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ തീരെ അറിയാത്തൊരു പാഠം ഒരു NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. നേരെ മറിച്ച് അഷർ സാർ ഒരു ചാപ്റ്റർ എടുത്ത് നന്നായിട്ട് പഠിപ്പിച്ചതിന് ശേഷം ഈ കുട്ടി NCERT വായിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഈസി ആയിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കണക്റ്റിംഗ് ചെയിനുകളായിട്ട് മാറുക എന്നുള്ളതാണ്. അതാണ് അനൂപ് സാർ പറഞ്ഞതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വേ. പക്ഷെ അതിൽ ഒരു ഫാക്റ്റും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഒരു സെൽഫ് സ്റ്റഡി ഗ്യാപ്പ് ഉള്ളതായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ക്ലാസ് എടുത്തു, ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയോട് കാര്യങ്ങൾ മനസ്സിലായോടാ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് പറഞ്ഞു തന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി സാധനം മൊത്തമായിട്ട് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുട്ടി നേരെ NCERT എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് ദേ വിൽ ഫീൽ NCERT ആസ് ഡ്രൈ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനമായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ കുട്ടി നോക്കുന്നത് എന്താ വെച്ചാൽ എന്നാൽ പിന്നെ ഇത് വേണ്ട, ആ നോട്ട് മാത്രം വെച്ച് പഠിക്കാം എന്നുള്ള രൂപത്തിൽ കുട്ടി ചിന്തിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കുട്ടികളുടെ ഒരു ആക്ട് എന്ന് പറയുന്ന ഒരു ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നോട്ട് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് സെൽഫ് സ്റ്റഡി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ട്. ഒന്ന് വിശദമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മുടെ കോർ ടെക്സ്റ്റ് ബുക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ, എസ്പെഷ്യലി NCERTയിലുള്ള പ്രോബ്ലങ്ങളൊക്കെ. ഞാൻ ഒരുപാട് അധ്യാപകരോടും നമ്മുടെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന സമയത്തുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള റെസ്പോൺസ് എന്താ വെച്ചാൽ NCERTയിൽ സോൾവ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഗോൾഡൻ ആണ്. അതായത് എല്ലാ എക്സാമ്പിളുകളും എല്ലാ എക്സസൈസുകളും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രോപ്പറായി എന്നുള്ളൊരു മറുപടിയാണ് 100% കറക്റ്റായിട്ട് ഫോളോ ചെയ്തൊരു കുട്ടി, അവൻ നീറ്റ്, JEE, IIT, സിവിൽ സർവീസ്, ഇതൊക്കെ അവർക്ക് സംഗതി വളരെ കൃത്യമായിട്ട് അതിൽ നിന്ന് കിട്ടും.
അത് പക്ക നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ കാര്യം. കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റ്ലി ട്രെയിൻ ടു ഗെറ്റ് ഈസിയർ തിങ്സ് എന്നുള്ള രൂപത്തിൽ ഭയങ്കര ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ഈസി ആക്കാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ ഇതത്ര എളുപ്പമല്ല. അപ്പോൾ ഇതെങ്ങനെ കുട്ടിക്ക്, അതായത് ഇപ്പോൾ ഒരു ക്ലാസ് കേട്ടു, ക്ലാസ് മനസ്സിലായി, കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ NCERT മനസ്സിലാവുന്നില്ല, അതിലേക്ക് എങ്ങനെ എത്തിക്കാൻ വേണ്ടി പറ്റും ഒരു കുട്ടിക്ക്? അതായത് ക്ലാസ്, നോട്ട്, NCERT എന്ന് വെച്ചാൽ ഈ നോട്ട് എന്ന് പറയുന്നത്, ഈ ക്ലാസ് എന്ന് പറയുന്നത് ഒരു കണക്റ്റിംഗ് ചെയിൻ ആയിരിക്കണം. ഈ കണക്റ്റിംഗ് ചെയിനിൽ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ട് നോട്ട് വേണം. പിന്നെ ഒരു സത്യം നിലനിൽക്കുന്നുണ്ട്, അവസാന റിവിഷൻ സമയത്ത് ഒരിക്കലും NCERT വായിച്ച് തീരൂല. അപ്പോൾ അതിന് ഒരു ക്വിക്ക് നോട്ടായിട്ട് ടീച്ചേഴ്സിൻ്റെ നോട്ട് ആക്ട് ചെയ്യാം. ഇനി അത് മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഉറപ്പായിട്ടും ഷോർട്ട് നോട്ട്സ്, ഡോപ്പയിലൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന പോലെ ഷോർട്ട് നോട്ട്സ് കൃത്യമായിട്ട് ഉണ്ടാക്കണം. ചില കുട്ടികൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ എൻ്റയർ NCERTൻ്റെ കോർ കണ്ടന്റ് ആയിരിക്കും ആ സാധനം. എന്ത് ഭംഗി അത് കാണാനറിയാം. അപ്പോൾ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതിനെ എൻഹാൻസ് ചെയ്യും. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും കാര്യങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന. അതിന് നമ്മളെ എക്സാം പാറ്റേൺ ഒന്നുകൂടി ചേഞ്ച് ചെയ്താൽ കുറച്ചുകൂടി കുട്ടികൾ ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്യും. ഈ സോഷ്യൽ കാര്യങ്ങളാണ് എക്സാം പാറ്റേൺ മാറാന്നൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും മറ്റു സ്ഥലത്തൊക്കെ വരേണ്ട കാര്യങ്ങൾ. അപ്പൊ നമുക്കത് ഇവിടെ ഇപ്പൊ ഈ റൂമിലിരുന്ന് നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ കയ്യിലുള്ള കുട്ടികളുണ്ട്, അവരോട് കാര്യങ്ങൾ പറയാന്നുള്ളത്. എക്സാം പാറ്റേൺ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ആംഗിളിൽ പഠിച്ചു വെക്കാം, അത് നന്നാവും എന്നുള്ളതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഈ +1 +2 ലെവലിൽ തന്നെ കുട്ടികൾ ചെയ്യേണ്ടതല്ലേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ടതല്ലേ? സമയം കിട്ടുന്നുണ്ട്. കാരണം +1 കുട്ടി തന്നെ ചെയ്യണം. എന്താ വെച്ചാൽ +1 കുട്ടിക്ക് ലാബില്ല. CBSE ലാബാണെങ്കിലും വളരെ കുറച്ച് സമയം കൊടുക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഫെബ്രുവരി വരെയും കുട്ടിക്ക് NCERT ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെടാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഈ ജൂൺ ജൂലൈ മാസം മുതൽ ഒരു ഫെബ്രുവരി വരെയൊക്കെ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഇയർ ഇത് വായിച്ചും പഠിച്ചും വെക്കാവുന്ന. അപ്പോൾ ഇതിൽ ഡെവലപ്പ് ചെയ്ത ഒരു സ്കില്ല് ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ ആദ്യത്തെ 2 മാസമൊന്നും ഇത് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് അക്വയർ ചെയ്ത സ്കില്ല് സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ഈ കുട്ടിക്ക് വായിക്കാൻ പറ്റും. അത് നമ്മൾ ആദ്യമൊക്കെ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു മെന്റൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണേണ്ട ഒരു സാധനം തന്നെയാണെന്നുള്ളതാണ്. ഇതിനകത്ത് എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറയുന്ന ഒരു സാധനമുണ്ട്, നാഷണൽ ലെവലിൽ എക്സാമുകളിൽ UPSC എക്സാം അല്ലെങ്കിൽ JEE NEET പോലത്തെ എക്സാമുകളിലൊക്കെ പണ്ട് ടോപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 1 പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഹയർ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഇതിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ മിക്കവാറും ഒക്കെ അത് നേരിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യ തകർച്ച എന്നൊക്കെ പറയുന്ന സാധനങ്ങളിലേക്കാണ് വരുന്നുണ്ടാവുക. ഇതിൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ കേരളം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കും അതിനൊന്നും പ്രത്യേകിച്ച് തടസ്സമൊന്നും വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ബേസിക് ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൂടി അത്യാവശ്യം നല്ല നിലയിലാണ് നമ്മൾ ജീവിച്ചു തരാം. എപ്പോഴും പറയുന്നൊരു ചോദ്യമുണ്ട്, നല്ല ദാരിദ്ര്യമുള്ള സമയത്തൊക്കെ അതിൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി പഠിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നൊക്കെ മാറി നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കുറച്ച് ബെറ്റർ ആയതുകൊണ്ടാണോ നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരു ഹൈ എൻഡ് പഠിത്തത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പ്രധാനമായിട്ട് മാറി നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇതിനകത്ത്. എനിക്കതാ തോന്നിയിട്ടില്ല ഇതിനകത്തൊക്കെ. അതായത് ഡോക്ടർ പറഞ്ഞ പോലെ പഴയ കാലത്ത് ആളുകൾ മുമ്പിൽ ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, ഇതിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, 2 അക്ഷരം പഠിച്ചിട്ട് ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക, എങ്ങനെയെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുക. ഇപ്പോ ഗവൺമെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാം അല്ലാത്ത വേറെ പലരും മുമ്പിൽ കാണുകയാണ്. പല ഓപ്ഷൻസ് ഉണ്ട്, പലതും അവൈലബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ പോയി ഓറിയന്റേഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ, ഡോക്ടറാണെന്ന് വെച്ചാൽ ഡോക്ടറൊന്നും അതിലും കുഴപ്പമില്ല, അതല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജീവിക്കാൻ വേണ്ടി പറ്റും, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രൂപത്തിൽ തട്ടിമുട്ടിയൊക്കെ കാര്യങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സാധനം ഉണ്ട്. ഇത് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ പേഴ്സണലി ഒരു നോട്ടീസ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ പോലെ തോന്നിയ വേറൊരു കാര്യമുണ്ട്. ഒരു പുതിയ ഒരു ജനറേഷൻ, അവരെ കുറ്റപ്പെടുത്താനില്ല, പഴയ ഒരു തലമുറയത്തെ അപേക്ഷിച്ച് നോക്കും. ഇപ്പോൾ നമ്മൾക്ക് ഫാദർ അവരൊക്കെ പഠിച്ചൊരു കാലും ആ ബുദ്ധിമുട്ടും അത്ര കഷ്ടപ്പെടാൻ പിന്നീട് വന്ന തലമുറ തയ്യാറില്ല. അത് അവർക്ക് ആവശ്യമില്ല എന്നും കൂടി ഉണ്ട്. വരുമ്പോ പിന്നെയും അതിന് എഫേർട്ട് ഇടാൻ തയ്യാറില്ല. അങ്ങനെ ഒരു എഫേർട്ടിന്റെ ഒരു സേഫ് സോണിൽ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ അമേരിക്കയില് ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെ വായിക്കുന്ന ഒരു സാധനം, അമേരിക്ക വൺസ് നമ്മളിങ്ങനെ റിച്ച് ആയി വരുമ്പോൾ സോഷ്യൽ വെൽബീയിങ് സാധനങ്ങളൊക്കെ കൂടി വരുന്ന സമയത്ത് അവിടെ ഈ ഡ്രഗിന്റെ ഉപയോഗം മറ്റു കാര്യങ്ങൾ പോലത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യാപകമായി. കാരണം വെച്ചാൽ ആളുകളൊക്കെ ഒരു റിച്ചാണ്, ഇൻഹറന്റ്ലി ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടി. അപ്പൊ പിന്നെ വെച്ചാൽ അവർക്ക് വേറൊരു സ്ട്രഗിൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് മുന്നോട്ട് പോകാന്ന് പറയാ. അപ്പോൾ അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ കുറച്ചും കൂടി സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് അങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് പിന്നെ അവരുടെ സൊസൈറ്റീനെ അവർ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. വെച്ചാൽ ഇനീഷ്യൽ ഒരു സൊസൈറ്റിക്ക് മുന്നോട്ടുള്ള ഇനീഷ്യൽ ത്വര ഡെഫിനറ്റ്ലി ഈ ദാരിദ്ര്യം പോലത്തെ കാര്യങ്ങളായിരിക്കും. മീൻസ് ദാരിദ്ര്യം തീർന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ അതിന് മുന്നിൽ അതിനേക്കാൾ വലിയൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള രസമുള്ള
പഠിക്കുമ്പോൾ രസം തോന്നുന്ന അല്ലെങ്കിൽ കളിക്കുമ്പോൾ രസം തോന്നുന്ന എന്തെങ്കിലും ഒരു സാധനങ്ങൾ മുന്നിലേക്ക് വെച്ചെങ്കിൽ മാത്രമേ. അല്ല, ഈ കാലഘട്ടത്തിന് ഗുണമുണ്ട് കേട്ടോ. അതായത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനിൽ വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷി കൂടിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടക്കൂട് തന്നെ പോകണം. ഇപ്പം ഉദാഹരണത്തിന് വിവാഹ മാർക്കറ്റിൽ ഗവൺമെൻറ് ഉദ്യോഗം ഇല്ലാത്തവന് പെണ്ണ് കിട്ടൂല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറിയ ഒരു അങ്ങനെ ആയിരുന്നു. കേരളത്തിലൊക്കെ ഭയങ്കര പ്രശ്നമാണത്. പക്ഷെ നേരെ മറിച്ച് ഇപ്പോൾ എത്തുമ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം, അതായത് ഏത് ഫീൽഡിലും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ എല്ലാം റെഡി ആവുന്നുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞൊരു കുട്ടി പിന്നെ BBA + MBA ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് IIM-ലുണ്ട്. ആ കുട്ടിക്ക് സുപ്രീം ലെവലിൽ പഠിച്ച് വേണമെങ്കിൽ മുകളിലോട്ട് പോവാം, ബിസിനസ് തന്നെ. അപ്പോൾ ഇപ്പം നിലവിലുള്ള അവൻ്റെ ബിസിനസ് മൈൻഡ് സെറ്റിൻ്റെ ഒരു 10 മടങ്ങ് ലെവലിലേക്ക് അവനെ എത്തിക്കാൻ കഴിവുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവൻ പഠിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ പ്രോപ്പർ ചാനലിൽ അവൻ എത്തിക്കഴിഞ്ഞാൽ അവൻ റെഡിയായി. 2 വശങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് നമുക്കുള്ളിൽ കിട്ടുന്ന ഇഷ്ടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കാണുമ്പം ഈ ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർ, ചില ഡോക്ടേഴ്സ് ഒരിത്തിരി ഹീറോയിസം ഉള്ള ഡോക്ടേഴ്സാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് റെസ്പെക്ട് തോന്നുന്ന ഡോക്ടേഴ്സാണ്. അപ്പം നമ്മുടെ മുമ്പിൽ എന്താ ഉള്ളത്? ഈ ഡോക്ടറിൻ്റെ പൊസിഷനാണുള്ളത്. ഡോക്ടറിൻ്റെ സ്ട്രഗിൾ ഇല്ല. ഈ ഡോക്ടറെ പൊസിഷനുണ്ട്. ഇപ്പോഴത്തെ കാലം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് പോസ്റ്റ് ചെയ്യുന്ന റീലുകളുണ്ട്, മെഡിക്കൽ കോളേജിനുള്ളിലുള്ള കഥകളുണ്ട്. ഈ കഥകളൊക്കെ കണ്ടിട്ടാണ് വന്നത്. ബട്ട് ഹൗ ദാറ്റ് സ്റ്റുഡന്റ് റീച്ച്ഡ് ദെയർ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ജയിക്കും ഇതുപോലെ തന്നെ IIT-യുടെ ഉള്ളിൽ വരുന്ന കഥകളും സാധനങ്ങളൊക്കെ വരും. എപ്പോഴും കാണുന്നത് ഒരു പ്രോസസ്സിന്റെ ആ എൻഡ് പ്രോഡക്റ്റാണ് നമ്മൾ കാണുന്നത്. ആ അങ്ങോട്ട് എത്താനുള്ള പാത്തും അതിന്റെ സ്ട്രഗിളും വിഷമൊന്നും. ഹിമാലയത്തില് ഇപ്പോ ഈ ലേ ലഡാക്കിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ബൈക്ക് ഓടിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ കോഴിക്കോട് നിന്ന് ലേ ലഡാക്കിൽ പോകണമെങ്കിൽ ആദ്യം കണ്ണൂരത്തെ വെയിൽ കൊള്ളണം, കാസർഗോഡത്തെ വെയിൽ കൊള്ളണം, മംഗലാപുരത്തെ വെയിൽ കൊള്ളണം. ഈ വെയിൽ മൊത്തം കൊള്ളാതെ ബാക്ക് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നടുവേദനയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു 10-25 ദിവസം വണ്ടി ഓടിച്ചിട്ട് വേണം ബൈക്ക് ഓടിച്ചിട്ട് അവിടെ എത്താൻ, ലേ ലഡാക്കിൽ എത്താനുള്ള ഒരു സ്ഥലം. അവിടുത്തെ റീല് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും സാർ. ഇതാ പറയുന്ന ഔട്ട്കമാണ് എല്ലാരും കാണുന്നത്. അതാ ഇതിന്റെ വഴി കാണുന്നത്. അതൊരു മനുഷ്യന്റെ മനഃശാസ്ത്രമാണ്. എന്തിന്റെയും പോസിറ്റീവാണ്. നമ്മൾ വേഗം ഒരാൾക്ക് കിട്ടിയ വിജയത്തിന്റെ ആ ലാസ്റ്റ് മൊമെന്റിലുള്ള ഹാപ്പിനെസ് നമുക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കണം. ഇത് ശരിക്കും ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂള്, മാതാപിതാക്കൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെന്ന് വെച്ചാൽ ഇവർ പഠിക്കുന്നതിനുള്ള സ്ട്രഗിൾ ഈസ് റിയൽ മക്കളെ. സ്ട്രഗിൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോവുക തന്നെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ദിനേന ട്രെയിൻ ചെയ്യേണ്ട ആൾക്കാർ സ്ട്രഗിളുകൾ ഒഴിവാക്കി കൊടുക്കുക. എന്നാൽ പിന്നെ നീ അത് പഠിക്കണ്ട, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അത് പഠിക്കാൻ ഞാൻ എളുപ്പത്തിൽ വേറൊരു വഴി കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഈ സ്ട്രഗിളിന്റെ ഉള്ളിൽ കൂടി ത്രൂ ഇറ്റ് എന്ന് പറയുന്ന ഒരു പാത്ത് എന്താവാണ്, അത് വേണ്ട, അത് അവോയ്ഡ് ചെയ്യുക. അതിനെ ഇങ്ങനെ ചുറ്റി പോകാമെന്നുള്ളൊരു വഴിയുണ്ടല്ലോ, മലയുണ്ട്, ആ മല കൂടി കയറി ഇറങ്ങുന്നതിന് വേറെ ഒരു സൈഡിൽ കൂടി ഒരു വഴി കൂടി പോകാന്നുള്ള രൂപത്തിലൊരു ചിന്ത വരുന്നുണ്ട് എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്ന കുട്ടികളും പാരൻസും ബാക്കി ആൾക്കാരൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് മാറ്റേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അടുത്തൊക്കെ നാട്ടിലൊക്കെ ഒരുപാട് കുട്ടികളും യുവാക്കളും ആൾക്കാരൊക്കെ പലതരത്തിലുള്ള അഡിക്ഷനുകൾ കാര്യങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ ഡി അഡിക്ഷൻ തെറാപ്പിയുടെ പാർട്ടായിട്ട് പറയുന്ന കാര്യം യു ഹാവ് ടു ഡു സം ഫിസിക്കൽ എക്സസൈസ്. എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിലോ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടണം. കാരണം എന്താണെന്നറിയോ, ഇവർക്ക് ഈ എനർജി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതിനകത്ത് നിന്ന് രസം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വേറൊരു കാര്യം കൊടുത്തെങ്കിൽ മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഈസിനെസ്, ഈസി ഡോപ്പമിൻ ഉണ്ടല്ലോ, ഈസി സന്തോഷങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. NCERT നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പ്രൈസൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ അതിനുള്ള റെക്കഗ്നീഷനൊക്കെ കിട്ടുന്ന, അതിനൊരു വെന്യൂ ഒക്കെ ആയിട്ട് കുറച്ചും കൂടി പെർച്ചൊക്കെ കൊടുത്ത് വെക്കുകയാണെങ്കിൽ കുട്ടികളെന്താ വെച്ചാൽ അതിങ്ങനെ ഹാർഡായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിനായിട്ട് ഇരിക്കാനും വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ഇപ്പം എന്താ, ഇപ്പം ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. NCERT എന്തിനാണ് പഠിക്കുന്നത്? ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടാൻ അത് വേണ്ട. നീറ്റ് ആണെങ്കിൽ എനിക്ക് താല്പര്യമില്ല, JEE എനിക്ക് വേണ്ട. കാരണം വെച്ചാൽ അതൊക്കെ കഷ്ടപ്പാടാണ്. അത് ഞാൻ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി എളുപ്പമുള്ള 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ് സാധനം ഉണ്ടല്ലോ, അതിലേക്ക് പോകാനുള്ള അതൊക്കെ മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകളായിട്ടും എനിക്ക് പലപ്പോഴും തോന്നുന്നു. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയം, കുട്ടികൾ എപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ഹാപ്പിനെസ് കിട്ടുന്നത് അല്ലെങ്കിൽ സേഫ് ആകുന്നത്, നമ്മളെപ്പോഴും സെർച്ചിങ് ഫോർ സേഫ് സോൺ. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ഒരു ഡിഫിക്കൽട്ട് ലെവലിലൂടെ കടന്നു പോകാൻ അല്ലെങ്കിൽ അത് നമുക്ക് ആഗ്രഹമില്ല. മാത്രമല്ല ഈ NCERT, ആഷിഖ് സാർ പറഞ്ഞത് സത്യമാണ്. NCERT പഠിക്കുന്ന കുട്ടിയെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം. കാരണം ഒരു കുട്ടിയെ പ്രൊമോട്ട് ചെയ്താൽ ബാക്കിൽ ഒരു 10 കുട്ടികൾ അത് കണ്ടിട്ട് ഇൻസ്പയർ ആവും. ഡെഫിനറ്റ്ലി അത് സത്യമാണ്. കാരണം അതുപോലെ നല്ലൊരു കാര്യം ഒരു ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കാനില്ല. കാരണം ആ കുട്ടിക്ക് ഏത് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ എഴുതുകയാണെങ്കിലും ആ ഒബ്ജക്റ്റീവ് എക്സാം എഴുതുമ്പോൾ
ആ കുട്ടീൻ്റെ കരിയർ പാത്തിൽ എവിടെയെങ്കിലും ഇത് ഭയങ്കരമായിട്ട് യൂസ്. ഞാൻ കാണുന്നത് ഈ ഒബ്ജക്റ്റീവ് എക്സാമിനുള്ള വിജയത്തിന് മാത്രമല്ല NCERT പഠിക്കുന്നതിൻ്റെ എയിമായിട്ട്. NCERT പോലെയുള്ള ഒരു ഹാർഡ് കോർ ബുക്ക്, ഹൈ എനർജി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ഉള്ള വലിയ ഫണ്ണില്ലാത്ത ബുക്ക്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒട്ടും ഫണ്ണല്ല അത്. അങ്ങനത്തെ നേരാ വണ്ണുള്ള സാധനങ്ങൾ ഇരുന്ന് ഡീകോഡ് ചെയ്ത് വായിക്കുന്ന ഒരു കുട്ടിയുടെ മെന്റൽ സ്ട്രെങ്ത് ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൽ NCERT പഠിക്കുന്ന ആൾക്കാർ മേളിലെത്തുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ NCERT നല്ലൊരു ജിമ്മാ അല്ലേ സത്യത്തിൽ. കാരണം ഇവര് ഷോർട്സും റീൽസും ഒക്കെ കാണുന്ന ഒരു ടൈമിന് നമ്മുടെ മൈൻഡിനെ അത്രയും ടൈം അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ഒരു സാധനം പഠിക്കാൻ വേണ്ടിയിട്ട് അവന് കഴിവ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. ജിമ്മ് ഭയങ്കര അടിപൊളി എക്സാമ്പിളാണ്. എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, എൻ്റെ റിക്വസ്റ്റ് ടീച്ചർമാരോടും മാതാപിതാക്കളോടൊക്കെയാണ്, ഇത് കുട്ടികൾ വെറുതെ എളുപ്പമാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും കാര്യം. എന്ന് വെച്ചാൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട സ്ട്രഗിൾ റിയൽ ആണ്. സ്ട്രഗിൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. സ്ട്രഗിളുകൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഉള്ള സ്ട്രഗിൾ എടുത്താൽ സാറ് പറഞ്ഞ പോലെ പിന്നീട് വരുന്ന എല്ലാ സ്ട്രഗിളുകളെയും നമുക്ക് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ടാമത്തെ വരുന്ന സ്ട്രഗിൾ നമുക്ക് എന്തായാലും തോന്നില്ല, സ്ട്രഗിളായിട്ട് തോന്നില്ല എന്നുള്ളതാണ്. NCERT കുറച്ച് നല്ലോണം ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റസ്നി ഹാലിഡേ ആൻഡ് വാക്കർ എന്ന് പറഞ്ഞൊരു ഫിസിക്സിന്റെ ബുക്ക് ഉണ്ട്. അത്യാവശ്യം വലിയ ബുക്കായത്. ഇത് കണ്ടൊരു കുട്ടി ഞെട്ടിപ്പോവും. കാരണം തിയറി ബുക്ക് ഓഫ് ഫോറിൻ ഓതേഴ്സ് ആണ് റസ്നി ഹാലിഡേ ആൻഡ് വാക്കർ. ഇത് ഇതേപോലെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ്. പക്ഷെ ഇത്രയും വലിയ ലോഡ് ഇല്ല സത്യത്തിൽ കുട്ടിക്ക്. അതിൻ്റെ പകുതിയേ ഉള്ളൂ സത്യത്തിൽ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരെയും മനസ്സിൽ കാണുന്നുണ്ട്. അത് ഒരു നല്ലൊരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഓഡിയൻസിന്. അതാണ് ആ ചെറിയൊരു രൂപത്തിൽ ഒരുപാട് ആളുകളെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് വെച്ചാൽ ഫൈനൽ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതി വായിക്കുമ്പോഴോ കാണുമ്പോഴോ സമയത്തോ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ NCERT എപ്പോഴെങ്കിലും? ഭയങ്കര രസമുണ്ടല്ലോ ഇതെന്ന് തോന്നി എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? റൊട്ടേഷൻ മോഷനിൽ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ വീഡിയോ സിസ്റ്റം പോലെ അവൈലബിളാണ്. ഒരു റോഡിൻ്റെ മുകളിൽ വീല് വെച്ചിട്ട് ആ വീല് 2 കയറിലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. വീലിങ്ങനെ കറക്കും. അപ്പോൾ ഈ 2 കയറിൽ ഒരു കയറങ്ങ് വിടും. അപ്പോൾ ഈ കയറ് വിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കേണ്ടത്? വീലിങ്ങനെ ഊർന്ന് വീഴുക വേണ്ടത്. വീല് ഊർന്ന് വീഴില്ല. വീല് കറങ്ങിക്കൊണ്ട് ഈ കയറിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് ആണ് ബേസിക്കലി. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു സൈഡിൽ ഇത് ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഒരു ഭാഗം റൊട്ടേഷൻ മോഷനിൽ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം ഒരു ഇത്തിരി ബ്ലൂയിഷ് കളറിൽ അവർ മെയിൻ സാധനങ്ങൾ വെക്കാറില്ലേ ഒരു സംഭവം. അപ്പോൾ അത് നല്ല രസം. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ. ജനറ്റിക്സിനകത്ത് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ പാരഗ്രാഫിന്റെ പ്രത്യേകത വെച്ചാൽ അത് വായിച്ചാൽ മനസ്സിലാവില്ല. അത് ഭയങ്കര ഇടങ്ങേറാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് 10-13 വർഷമായിട്ട് ഈ ചാപ്റ്റർ പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ ചാപ്റ്ററിൻ്റെ ആ ഒരു ഭാഗത്ത് എങ്ങനെയാണ് മനുഷ്യന്മാരിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, അല്ല ഇപ്പോൾ എൻ്റെ മുഖം കണ്ടാലും സാറിൻ്റെ മുഖം കണ്ടാലും ഇവിടെ കണ്ടാലും ഒക്കെ മാറ്റങ്ങളുണ്ടല്ലോ, ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ഇത് പരിണാമപരമായിട്ട് എങ്ങനെ വരുന്നതെന്നൊക്കെ ഒരു മൂന്ന് സെൻറ്റൻസിലായിട്ട് ഇങ്ങനെ രസമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെയാ, അത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അത് ഞാൻ പറയാം 10-13 കൊല്ലം പഠിപ്പിച്ചിട്ട് ഏർലി ആദ്യത്തെ ഒരു 10 കൊല്ലോ 11 കൊല്ലോ എനിക്കത് മനസ്സിലായിട്ടില്ല. ഈ ഒരു അർത്ഥമാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഞാനിത് വായിക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ കണ്ണിങ്ങനെ തുറന്നു വരുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇത് കൊള്ളാലോ, ഇത് ഇന്ന സാധനമാണല്ലോ പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഇത് വേറെ ഏതൊക്കെ ബുക്കിൽ വേറൊരു ബുക്ക് എഴുതുകയാണെങ്കിൽ ആ ഒരു 3 സെൻറ്റൻസ് വെച്ചിട്ട് വേണമെങ്കിൽ ഇത്ര കട്ടിയുള്ളൊരു ബുക്ക് എഴുതാം. ഇതെങ്ങനെയാണ് നടക്കുന്നത്, ഇതിങ്ങനെയാണ് വരുന്നത്, ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതി വെക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ അത് നല്ല ഹാർഡ് കോർ ഗ്രൈൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ 10 കൊല്ലം ഗ്രൈൻഡ് ചെയ്തപ്പോഴാണ് അത്ര പണിയുള്ള അത്ര ഡെപ്ത് ഉള്ള ഒരാൾക്ക് മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാവുള്ളൂ. വാട്ട് ഐ ബിലീവ് ഈസ് ലൈക്ക് ഞാൻ ഇനിയും NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യം ഇനി അതിനകത്ത് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലേ, ഇൻ്റർപ്രിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം കുട്ടിക്ക് ഈ സാധനം അത്രയും ഇൻ്റർപ്രിറ്റ് ചെയ്ത് കൊടുത്ത് കുട്ടി അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് വീട്ടിൽ പോയിട്ട് നോക്കണം. ഇതൊക്കെ കുറെ കൂടി ഐഡിയലാണ്. പിന്നെ സ്വന്തമായിട്ട് വീണ്ടും കുട്ടി അത് വായിക്കുകയാണ്, വിത്ത് ഇൻ്റർപ്രിട്ടേഷൻ വീണ്ടും ഇത് വായിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഫർദർ ഇൻ്റർപ്രിട്ടേഷൻ വേറെ കൂടുതൽ മനസ്സിലാവും അതിനകത്തുനിന്ന്. ഓരോ തവണ വായിക്കുമ്പോഴും അവർക്ക് അതിൻ്റെ ആ ഡെപ്തിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്ന രൂപത്തിൽ അതിൽ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചു. മോഹൻലാൽ പറ്റി പറയുന്നില്ല, അറിയുന്നൊരു അകലം കൂടുതൽ. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ജെൻസിനെ കൊണ്ട് കുറേ നല്ലത് പറഞ്ഞില്ലേ, അവരെ കൊണ്ടുള്ള ഒരു നെഗറ്റീവ് ഞാൻ പറയട്ടെ. അവർ തീരെ ഡൗട്ട് ചോദിക്കൂല. അവർക്ക് ഒരു പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ അറിയാനുള്ള വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ഇപ്പം ചില കുട്ടികൾക്ക് തന്നെ സംസാരിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ടീച്ചറിനോട് എങ്ങനെയാണ് ചോദിക്കുക പറയുക. അപ്പം ഞാനൊക്കെ പലപ്പോഴും എല്ലാ ക്ലാസ്സിൽ നിന്നും പറയുന്നൊരു കാര്യം, നിങ്ങൾ ഡൗട്ട് ചോദിക്കുക,
ഒന്ന് ജസ്റ്റ് ചോദിക്കില്ല. ഇല്ല, ഇതില് അതിനകത്തുള്ള കാര്യം വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു സാധനമുണ്ട്, എന്തൂസിയാസം വേഴ്സസ് കംഫർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇഫ് വൺ പേഴ്സൺ ഈസ് ടു മച്ച് കംഫർട്ട്, നല്ല കംഫർട്ടബിൾ ആണ് അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അയാൾ ഫ്യൂച്ചറിലേക്ക് നോക്കുന്നത് കൊണ്ടൊക്കെ അയാൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇതിനെ പുറത്തിറങ്ങി ഡൗട്ട് ചോദിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളൊരു കാര്യമുണ്ട് അതിനകത്ത്. ഈ കെമിസ്ട്രീൻ്റെ ഏതൊരു ക്ലാസ്സിൽ ഞാൻ മക്കളെ ഒന്ന് ചിന്തിക്കൂ എന്നൊക്കെ പറയില്ലേ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുട്ടി പിന്നെ എനിക്കിതാണല്ലോ പണി. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഏതോ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ഒരു സാധനം ഇങ്ങനെ ഒരു വീഡിയോ ക്ലാസ് കാണാം. അപ്പോൾ ഈ കുട്ടി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മക്കളെ ഇതൊന്ന് ചിന്തിച്ചു നോക്കും. അപ്പോൾ ബാക്ക് നമ്മളിങ്ങനെ പോകുന്ന സമയത്താണ് ഈ സാധനം പിന്നെ എനിക്കിതല്ലേ പണി ചിന്തിക്കാൻ വേണ്ടി. അതായത് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ദാറ്റ് റിക്വയർസ് മെന്റൽ വർക്ക്, മെന്റൽ എനർജി എന്നുള്ളതാണ്. NCERT ഈസ് ലൈക്ക് റിയലി ഹാർഡ് വർക്ക്. നല്ല കഷ്ടപ്പാടുണ്ട്, നല്ല പണിയെടുത്തെങ്കിൽ മാത്രം പറ്റുന്ന ഒരു സാധനമാണ് NCERT എന്ന് പറയുന്ന കാര്യം. പക്ഷേ ഈ നല്ല കഷ്ടപ്പാട് നല്ല പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിലേക്ക് നമ്മളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് റിക്വയർഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. 10ാം ക്ലാസ് മര്യാദയ്ക്ക് പഠിച്ച് +2 മര്യാദയ്ക്ക് മാർക്ക് വാങ്ങാണ്ട് ഇവിടെ രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നിവൃത്തിയില്ലല്ലോ. ഇന്ത്യയിൽ ഇപ്പം നമ്മളിവിടെ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ത്യയിൽ ജനിച്ചു പോയില്ലേ, കേരളത്തിലൊക്കെ ജനിച്ചു പോയില്ലേ, ഇവർക്ക് ഇത് പഠിക്കാണ്ട് മക്കളെ നിങ്ങൾ പെട്ടുതാണ്. എനിവേ നമുക്ക് നോക്കാം. നമ്മൾ NCERT ക്വിസ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഒരു 10 വർഷം കൊണ്ടൊക്കെ NCERT-നോട് കുറച്ച് കുട്ടികളെങ്കിലും ഇങ്ങനത്തെ ഇവന്റുകൾ നടക്കുന്നത് കൊണ്ട് സീരിയസ് ആയിട്ട് NCERT മാറി. കുറച്ച് പേരൊക്കെ +1 മുതലൊക്കെ തന്നെ അഡോപ്പൻ NCERT ക്വിസ് വരുന്നുണ്ട്. NCERT ക്വിസിൽ ഒരു 10 ലക്ഷം രൂപ പ്രൈസ് ഉണ്ട്. അത് ഞാൻ എന്തായാലും അടിക്കും. ഒറ്റയ്ക്കാണ് ടീമായിട്ട് അടിച്ചാൽ മതി. അപ്പോൾ 3 പേരുണ്ട്. അപ്പോൾ ചില നീ കെമിസ്ട്രി പഠിക്കുക, ഞാൻ ഫിസിക്സ് പഠിക്കുക, ഞാൻ ബയോളജി പഠിക്കുക, അല്ലെങ്കിൽ ഈ 3 ചാപ്റ്റർ ഞാൻ പഠിക്കുക, ഈ 3 ചാപ്റ്റർ നീ പഠിക്കുന്ന പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് അതിനോടുള്ള ഒരു പിന്നെ ഒരു 3 ആൾക്കാരൊക്കെ ഒരു ടീമായിട്ട് എന്നിട്ട് ഇങ്ങനെ പഠിച്ച് തീർത്ത് നല്ല സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, വന്ന് പ്രസന്റ് ചെയ്ത് കപ്പ് ഓടിച്ച് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം. അതിൽ സെപ്പറേറ്റ് മോട്ടിവേഷൻ സാധനങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു 10 years ഒക്കെ കഴിയുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു പിക്ചർ ബേസിക്കലി നമ്മുടെ മെന്റൽ വർക്ക് കൂട്ടിയെടുക്കുക, കൂടുതലായിട്ട് ബ്രെയിൻ വെച്ചിട്ട് കൂടുതൽ പണിയെടുക്കുക എന്നുള്ളതാണ്. ബ്രെയിൻ ഒരിക്കലും പണി കുറയ്ക്കാനെടുക്കാൻ സാധനമായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് സത്യം പറഞ്ഞ കുട്ടികളോട് ഇങ്ങനെ പറയുന്നത് നല്ലത്. നിങ്ങൾ എപ്പോഴാണ് ഒരു നല്ല പഠിക്കുന്ന കുട്ടിയായി മാറാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരാൾ തോണ്ടിയെന്ന് നിങ്ങൾ അറിയില്ലല്ലോ. ഇതുപോലെ നിങ്ങളൊരു സാധനം ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ബാക്കിൽ നിന്ന് ഒരാൾ തോണ്ടിയാലോ അപ്പുറത്ത് വേറെ സംഭവം നടന്നാലും നിങ്ങൾ അറിയരുത്. ഒരു ഫുൾ ഇൻവോൾവ്മെന്റ് അത്രയും ഇൻവോൾവ് ആയിട്ട് ഈ സാധനം പഠിക്കാനുള്ള ലെവലിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അക്കാഡമിക്കലി അടിപൊളിയായി. അതിനൊരു ഇനീഷ്യൽ എൻട്രി ബാരിയർ ഉണ്ട്, അങ്ങോട്ട് കടന്നു കിട്ടാൻ ഇച്ചിരി പാടാണ്. പൊട്ടിക്കാനാണ് അത് നമ്മൾ കുറച്ച് ഹൈ എനർജി യൂസ് ചെയ്തിട്ട് അതങ്ങോട്ട് പൊട്ടിക്കണം. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ഉള്ളിലായി, നമ്മൾ അതിന്റെ ആളായിട്ട് നമ്മൾ ഡിസംബർ 27-ാം തീയതി പോഡ്കാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അതാണ്. അപ്പൊ 1-ാം തീയതി ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ 2 ദിവസം വായിക്കുമല്ലോ. സോ ഇതാണ് നമ്മളുടെ ഒരു ഉദ്ദേശ സാധനങ്ങളൊക്കെ. സോ വിൽ സീ യു ഇൻ അനദർ പോഡ്കാസ്റ്റ് ഡിസ്കസിങ് അനദർ സബ്ജക്ട്സ്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് പോയിന്റുകളിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴേക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. വിൽ സീ യു ടുമോറോ.